ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. കുറച്ച് നാൻ തയ്യാറാക്കിയാലോ? ബട്ടർ നാൻ. അതിനിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. 2 കപ്പ് മൈദ, 2 കപ്പ്, 1 കപ്പ്, 2 കപ്പ്. ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പഞ്ചസാര പൊടിച്ചത് 1 ടീസ്പൂൺ, കപ്പ് ഓയിൽ. ഇതൊന്ന് നന്നായി ചേർത്തെടുക്കാം. നമുക്ക് ചേർത്തെടുത്തിട്ട് കുഴച്ചെടുക്കാം. ഞാൻ ഇളം ചൂടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇളം ചൂടാണ്. 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇളം ചൂടുള്ള പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. കുറച്ചെടുക്കാം. ഇതേപോലെ കിട്ടും. ഇതിവിടെ ഒന്ന് മൂടി വെക്കാം, അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും. നമുക്ക് വേഗം തന്നെ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പാലെടുത്തിട്ട് 1/2 കപ്പ് പാലേ ചേർത്തിട്ടുള്ളൂ. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഉണങ്ങിപ്പോവരുത് പൊടി. ഞാൻ കുറച്ച് സമയം വെച്ചതാണ്. നമുക്കിതിന് പരത്തിയെടുക്കാം. മൂടി ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചതാണ്ടോ. 1 മണിക്കൂർ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പരത്തിയെടുക്കാം. കുറച്ച് മൈദ തൂടിക്കെടുക്കാം. നമുക്ക് ചുട്ടെടുക്കാം. നല്ല ചൂടായ കല്ലിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. തിരിച്ചിട്ടെടുക്കാം. മരുന്ന് ചേർക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ബട്ടർ മരുന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബട്ടറാണ്. എന്താ ബട്ടർ നാൻ ആയതുകൊണ്ട് തിരിച്ച് വെച്ച് കൊടുക്കാം.
ഇനി ഇത് ഉണങ്ങി പോവാണ്ടിരിക്കാൻ നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് പൊതിഞ്ഞ് വെച്ച് കൊടുക്കുക. അപ്പോൾ തീരെ ഉണങ്ങി പോവില്ല. അതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. ചുടുന്നത് ഇപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഇനി അടുത്തത് നമുക്ക് പരത്തിയെടുക്കാം. ഇതേപോലെ പൊടിയിട്ട് കൊടുക്കുക. നമ്മളാദ്യം പരത്തി കൊടുത്തതിന് ഇതുപോലെ അതിന് കുറച്ച് മല്ലിയില പരത്തി കൊടുക്കുക. ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. വേണമെങ്കിൽ വേണ്ടിയിട്ടോ നിർബന്ധമൊന്നുമില്ല. വീണ്ടും പരത്തി കൊടുക്കുക. ഇതാണ്. ഇനി നമുക്ക് ചപ്പാത്തി കല്ലിലോട്ട് വെക്കാം. ഒരു വശം എന്തായാലും നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. കല്ല് നല്ല ചൂടിൽ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. പട്ട് വരാം. ആ വശം കൊണ്ട് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വെച്ച് കൊടുക്കാം. നമുക്കിത് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇതാക്കുക. എന്നിട്ട് ഇതേമാതിരി തന്നെ ഒരു പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുക. പേപ്പറിലല്ല, ഒരു നല്ലൊരു തുണി എടുത്താൽ മതി, ഉണങ്ങി പോവാണ്ടിരിക്കാൻ. പൊതിഞ്ഞ് വെക്കാം. ഇനി ബാക്കിയെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. നമുക്കിത് തിരിച്ച് വെക്കാം. നല്ലോണം പൊടി വരുന്നുണ്ട് കേട്ടോ. തുണിയിൽ പൊതിഞ്ഞ് വെക്കണം, അല്ലെ ഉണങ്ങിപ്പോവും. നമുക്കിതൊക്കെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഞാനൊക്കെ അത് കൊണ്ടു വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബട്ടർ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കി വെച്ചാൽ 2, 3, 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. നല്ല സോഫ്റ്റായിട്ട് നല്ല ചൂടുള്ള ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ഷെയർ ചെയ്യും വേണം. നല്ല ഒന്നര ഞാൻ നമുക്ക് നല്ല കടലക്കറിയോ
ഇനിയിപ്പോൾ എന്ത് കറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.